രാജ്യത്തുമെല്ലാം ഇപ്പോൾ നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ടല്ലേ. നമുക്കറിയാം, വിമാനങ്ങളിലേതിന് സമാനമായ സൗകര്യങ്ങളോട് കൂടിയ അത്യാധുനിക മെയ്ഡ് ഇൻ ഇന്ത്യ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ. 2019 ഫെബ്രുവരിയിലാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ദില്ലിക്കും ഉത്തർപ്രദേശിലെ വാരണാസിക്കും ഇടയിലായിരുന്നു 4 വർഷം മുൻപ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യമായി ഓടിത്തുടങ്ങിയത്. അന്നു മുതൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ സർവീസാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിലും വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്കെതിരെ ഉയരുന്ന പൊതുവെയുള്ള ഏറ്റവും വലിയ പരാതി ഈ ട്രെയിനുകൾക്ക് യാത്രാ നിരക്ക് കൂടുതലാണ് എന്നുള്ളതാണ്. വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേ ഭാരതിൽ യാത്രാ നിരക്ക് കൂടുതലായതിനാൽ തന്നെ യാത്രികർക്ക് താങ്ങാൻ സാധിക്കുന്നില്ലെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ സാധാരണക്കാർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പുറത്തുവിടുന്നത്. പരാതിക്ക് പരിഹാരമായി സാധാരണക്കാരുടെ വന്ദേ ഭാരത് പുറത്തിറക്കുവാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുകയാണ്. വന്ദേ സാധാരൺ എന്നാണ് രാജ്യത്തെ പാവങ്ങൾക്കായുള്ള ഈ പുതിയ വന്ദേ ഭാരത് ട്രെയിനിന്റെ പേര്. ഇതൊരു നോൺ AC ട്രെയിൻ കൂടിയായിരിക്കും. സാധാരണ യാത്രക്കാർക്ക് സുഖകരവും താങ്ങാനാവുന്നതുമായ രീതിയിൽ യാത്രാ നിരക്കും യാത്ര പ്രദാനം ചെയ്യുന്നതിനുമായി ഈ നോൺ AC വന്ദേ സാധാരൺ ട്രെയിൻ ഉടൻ അവതരിപ്പിക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഈ വന്ദേ സാധാരൺ ട്രെയിനിൽ ബയോ വാക്വം ടോയ്ലറ്റുകൾ, പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം, എല്ലാ സീറ്റിലും ചാർജിംഗ് പോയിന്റുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ യാത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ എല്ലാ കോച്ചുകളിലും CCTV ക്യാമറകളും സ്ഥാപിക്കും. മാത്രമല്ല, വന്ദേ ഭാരത് എക്സ്പ്രസിന് സമാനമായി ഓട്ടോമാറ്റിക് ഡോർ സംവിധാനവും ട്രെയിനിൽ സജ്ജീകരിക്കും. ഇത് ആദ്യമായാണ് ഒരു നോൺ AC ട്രെയിനുകളിൽ CCTV ക്യാമറകൾ, ബയോ വാക്വം ടോയ്ലറ്റുകൾ, ഓട്ടോമാറ്റിക് ഡോറുകൾ തുടങ്ങിയ ഫീച്ചറുകൾ ഉണ്ടാകുന്നത്. ഈ നോൺ AC വന്ദേ സാധാരൺ ട്രെയിനുകൾ 65 കോടി രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത്. ഈ വർഷാവസാനത്തോടെ വന്ദേ സാധാരൺ ട്രെയിനുകളുടെ ആദ്യ റേഖ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 കോച്ചുകളാണ് വന്ദേ സാധാരൺ ട്രെയിനിലുണ്ടാവുക. ഈ ട്രെയിനിന് കൂടുതൽ വേഗം കൈവരിക്കുവാനായി പുഷ് പുൾ രീതിയിലും മുന്നിലും പിന്നിലും എഞ്ചിൻ ഘടിപ്പിച്ചാകും സർവീസ് നടത്തുക എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉയർന്ന നിരക്കിന്റെ പേരിൽ റെയിൽവേക്ക് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ വന്ദേ സാധാരൺ സർവീസ് വരുന്നതോടെ ഇത് രാജ്യത്തെ കൂടുതലും സാധാരണക്കാരായ യാത്രക്കാർക്ക് സഹായമാകുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. എന്തായാലും ഉയർന്ന യാത്രാ നിരക്കുള്ളതിനാലും മറ്റും വന്ദേ ഭാരതിൽ കയറാൻ പറ്റാത്തവർക്ക് തീർച്ചയായും ഏറെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.